സ്വാഗതം. കോശങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആര്? ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആര്? റോബർട്ട് ഹുക്ക്. സൂക്ഷ്മജീവികൾ ഉപയോഗിക്കുന്ന ഉപകരണം. സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മൈക്രോസ്കോപ്പ്. കോശത്തിന്റെ കേന്ദ്രം കണ്ടുപിടിച്ചത് ആര്? റോബർട്ട് ബ്രൗൺ. കോശകേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന് പേര് നൽകിയത് ആര്? കോശകേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന് പേര് നൽകിയത് ആര്? റോബർട്ട് ബ്രൗൺ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആര്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ശ്ലീഡൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആര്? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആര്? തിയോഡർ ഷ്വാൻ. ഒന്നുകൂടി, ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക്. സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മൈക്രോസ്കോപ്പ്. കോശത്തിന്റെ കേന്ദ്രം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ. കോശകേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന് പേര് നൽകിയത് റോബർട്ട് ബ്രൗൺ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ശ്ലീഡൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ. നിലവിലുള്ള കോശങ്ങളിൽ നിന്നു മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് കണ്ടെത്തിയത് ആര്? നിലവിലുള്ള കോശങ്ങളിൽ നിന്നു മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോ. കോശസിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? എം ജെ ശ്ലീഡൻ, തിയോഡർ ഷ്വാൻ. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരെന്ത്? കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരെന്ത്? ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം. ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഭാഗത്തെ ഏതു പേരിൽ വിളിക്കുന്നു? ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഭാഗത്തെ ഏതു പേരിൽ വിളിക്കുന്നു? കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് കോശം. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം ഏത്? മർമ്മമില്ലാത്ത മനുഷ്യകോശം. ചുവന്ന രക്താണുക്കൾ. ഏറ്റവും നീളം കൂടിയ കോശം ന്യൂറോൺ. ഒന്നുകൂടി, നിലവിലുള്ള കോശങ്ങളിൽ നിന്നു മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോ. കോശസിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജെ ശ്ലീഡൻ, തിയോഡർ ഷ്വാൻ. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരെന്ത്? ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഭാഗത്തെ ഏതു പേരിൽ വിളിക്കുന്നു? കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് കോശം. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം മർമ്മമില്ലാത്ത മനുഷ്യകോശം. ചുവന്ന രക്താണുക്കൾ. ഏറ്റവും നീളം കൂടിയ കോശം ന്യൂറോൺ. കോശത്തിലെ പദാർത്ഥ സംവഹന പാത ഏത്? കോശത്തിലെ പദാർത്ഥ സംവഹന പാത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിലെ പദാർത്ഥ സംവഹന പാത എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്ന ഭാഗം മൈറ്റോകോൺഡ്രിയോൺ കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ എവിടെയെല്ലാമാണ് ഉള്ളത്? കരൾ, തലച്ചോറ്, പേശി. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം ഏത്? റൈബോസോം. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏത്? ഗോൾജി കോംപ്ലക്സ്. മർമ്മത്തിൽ ജീനുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം ക്രോമാറ്റിൻ ജാലിക. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏത്? സെൻട്രോസോം.
ഒന്നുകൂടി, കോശത്തിലെ പദാർത്ഥ സംവഹന പാത ഏത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന ഭാഗം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിലെ ഊർജ്ജ നിലപ്പെടുന്ന ഭാഗം മൈറ്റോകോൺട്രിയോൺ. മൈറ്റോകോൺട്രിയോൺ കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ എവിടെയെല്ലാമാണുള്ളത്? കരൾ, തലച്ചോറ്, പേശി. കോശത്തിലെ മാംസനിർമ്മാണ കേന്ദ്രം ഏത്? റൈബോസോം. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏത്? ഗോൾജി കോംപ്ലക്സ്. മർമ്മത്തിൽ ജീനുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം ക്രൊമാറ്റിൻ ജാലിക. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏത്? സെൻട്രോസോം. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.